ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ കറവ തുടങ്ങാൻ പോവാണ്. അപ്പോൾ കറവയ്ക്ക് പോകാനായിട്ട് സമയം ലേറ്റായി. കറവ തുടങ്ങാം. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങാൻ പോണതിന് മുന്നേ നമ്മുടെ ബക്കറ്റ് രേഷേട്ടൻ ഫാമിലോട്ട് പോയി. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഇങ്ങനെ ക്ലീനായി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് കിടക്കണം നമ്മുടെ അടുക്കളയൊക്കെ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവാണ്. നമുക്ക് അടുക്കളയിൽ കയറി പണിയെടുക്കാനൊക്കെ തോന്നും. പിന്നെ ഞാനിവിടെ ഗ്യാസ് വെച്ചിരുന്നത് ഇപ്പം ഇപ്പത്തോട്ട് നീക്കി വെച്ചിട്ടോ. അപ്പോൾ അതിങ്ങനെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കിയിരിക്കും. നിങ്ങളങ്ങനെയാണോ? ഇങ്ങനെ നമ്മളൊരു ചേഞ്ചൊക്കെ വരുത്തുമ്പോൾ ഒരു ബെഡ്റൂമിലാണെങ്കിലും നല്ല രസമാണല്ലോ. നമുക്കൊരു മാറ്റങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ അതേ നമുക്ക് ഈ ഗ്യാസ് അടപ്പ് അപ്പുറത്തോട്ട് നീക്കി. അപ്പോൾ ഇതിലെ ഈ ചെറിയൊരു കുഞ്ഞടുക്കള ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുട്ടികളാണെങ്കിലും ഭക്ഷണം എടുക്കാൻ ഞാൻ ഭക്ഷണം വെച്ചിരുന്നത് അപ്പുറത്ത്, ഗ്യാസ് വെച്ചിരുന്ന സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഗ്യാസ് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് മാറ്റിയതുകൊണ്ട് ഇവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നെ പശുക്കളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. 2 പശുക്കൾ നമ്മുടെ ഫാമിൽ നിന്ന് പോയി ഇന്നലെ. അപ്പോൾ 2 പേര് എഴുന്നേക്കാൻ പഠിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നന്ദിനിയും ശങ്കരിയും സുഭദ്രയും കിടക്കുക കേട്ടോ. ബാക്കി 2 പേര് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിൽ ആകെ 5 പേരുള്ളൂ. രീശൻ അവിടെ കറക്കുന്നുണ്ട് കേട്ടോ പശുവിനെ. അപ്പം നമുക്കും പണി തുടങ്ങാം. നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പോൾ ഫ്രണ്ടിലല്ല കേട്ടോ, നേരത്തെ ഫ്രണ്ടിലാണ് കുത്തിയിട്ടിരുന്നത്. ഇപ്പോൾ വണ്ടി ചാർജർ വണ്ടി ഇവിടെ ബാക്കിലായിട്ടാക്കി. എന്നുവെച്ചാൽ ഈ നല്ല കാറ്റടിക്കുമ്പോൾ ഇതൊക്കെ നനയുന്നുണ്ട്. അപ്പോൾ ചാർജറൊക്കെ നനയാതിരിക്കാൻ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ തീറ്റയൊക്കെ രാത്രി എടുത്ത് എല്ലാം നനച്ച് വെച്ചിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ കുഞ്ഞൂട്ടൻ നമ്മാടി അവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞൂട്ടാ. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് പാൽപാത്രം കഴുകാനുണ്ട്. ഫാമൊക്കെ ക്ലീൻ ആക്കി കേട്ടോ. ഇനിയിപ്പം നമ്മുടെ പാൽപാത്രം കഴുകാനായിട്ട് നമുക്കിവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആ ആളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകണം, അമ്മയുടെ അടുത്ത് പോകണം. വീട്ടിലെ പണികൾ കുറച്ച് ഒതുക്കി വെക്കണം. അപ്പോൾ സമയമില്ല കേട്ടോ. ഗോതമ്പൂട്ടും ചെറുപയറും കേട്ടോ. ഗോതമ്പൂട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. ചെറുപയർ കുക്കറിലായിട്ടുണ്ട്. നമുക്കിത് ചൂടാൻ വെക്കാം. ചോറ് വാർക്കാം. ചോറ് വാർക്കണം ഇങ്ങനെ വാഷ് ബേസിനിൽ ഇറക്കി വെച്ചിട്ടാട്ടോ. നമ്മുടെ സേഫായിട്ട് നമുക്ക് വാർക്കാണെങ്കിൽ. എന്നിട്ട് കൈ കൊള്ളുകണ്ട. എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണിത് വാർക്കാനായിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ മേത്തോട്ടൊക്കെ വെള്ളം തെറിക്കാറുണ്ട്. ഇപ്പോൾ വാഷ് ബേസിനിൽ വെച്ചായതുകൊണ്ട് നമുക്കിപ്പോൾ സുഖമായിട്ട് പേടിക്കാതെ ചെയ്യാം. മേത്തോട്ടൊന്നും തെറിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെ